ഇന്ന് നമ്മൾ വെറുതെ കളയുന്ന മുട്ടത്തോട് വെച്ചിട്ടുള്ള കുറച്ച് ഹാക്കുകളൊക്കെയാണ് കേട്ടോ കാണാനായിട്ട് പോകുന്നത്. ഈ മുട്ടത്തോട് നമുക്ക് നല്ലൊരു ബ്ലീച്ചായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ബാത്റൂം ക്ലീൻ ചെയ്യാൻ മാത്രമല്ല, വെള്ള തുണികളിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള കരിമൺ മാറ്റാനും പാത്രങ്ങൾ ക്ലീൻ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് മുട്ടത്തോടെടുത്ത് നല്ലതുപോലെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ്. നമ്മൾ ഇത്തരത്തിലുള്ള ടിപ്പുകളൊക്കെ ചെയ്യാനായിട്ട് മുട്ടത്തോടെടുക്കുന്ന സമയത്ത് നല്ലതുപോലെ കഴുകി ഉണക്കി വേണം ഉപയോഗിക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമുക്കറിയാമല്ലോ മുട്ടയ്ക്കൊരു സ്മെല്ലുണ്ട്. അപ്പം നമ്മൾ മുട്ടത്തോട് വെച്ചിട്ടുള്ള ഓരോരോ ടിപ്പുകളായിട്ട് കാണാനായിട്ട് പോവുകയാണ്. ആദ്യത്തെ ടിപ്പ്, നമുക്ക് മൂർച്ചയില്ലാത്ത കത്രികകളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിന് മൂർച്ച കൂട്ടാനായിട്ട് നമുക്ക് മുട്ടത്തോട് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം ഞാനൊരു പേപ്പർ എടുത്തിട്ട് ഈ ഒരു കത്രിക കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഒട്ടും തന്നെ മൂർച്ചയില്ല കേട്ടോ. അപ്പോൾ ഇതിന് മൂർച്ച കൂട്ടാനായിട്ട് മുട്ടത്തോട് ഇതുപോലെ ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ കത്രികയ്ക്ക് മൂർച്ച കിട്ടും. പൊതുവേ നമ്മൾ കത്രികയൊക്കെ മൂർച്ച പോയാൽ കടയിൽ കൊടുത്തിട്ടാണല്ലോ ശരിയാക്കാറുള്ളത്. ഇനി അതൊന്നും വേണ്ട കേട്ടോ. ഇതുപോലെ ഒരു മുട്ടത്തോടെടുത്തിട്ട് ചെയ്താൽ മതി. നോക്കിയപ്പോൾ നല്ല പോലെ തന്നെ കത്രികയ്ക്ക് മൂർച്ച കിട്ടിയിട്ടുണ്ട്. കത്രിക മാത്രമല്ല, നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തി, അതുപോലെ തന്നെ നെയിൽ കട്ടർ ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ മൂർച്ച വെപ്പിച്ച് എടുക്കാവുന്നതാണ്. നെയിൽ കട്ടർ ആണെങ്കിലും നമ്മൾ നെയിൽ കട്ട് ചെയ്യുന്നത് പോലെ ഒരു മുട്ടത്തോടെടുത്തിട്ട് ചെറുതായിട്ട് അതിൻ്റെ അരികിങ്ങനെ ഒന്ന് കുറച്ച് നേരം കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ നെയിൽ കട്ടറിനും മൂർച്ച കിട്ടും. അടിപൊളി ടിപ്പല്ലേ, ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ. അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മിക്സി ജാറിൻ്റെ ബ്ലേഡിന് മൂർച്ചയില്ല, നമ്മൾ അരയ്ക്കുന്ന സമയത്ത് നല്ലതുപോലെ അരഞ്ഞ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് മുട്ടത്തോട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ മിക്സി ജാറിൻ്റെ ബ്ലേഡിന് നല്ല മൂർച്ച കിട്ടും കേട്ടോ. അതുമാത്രമല്ല, ആ ഒരു ജാറിനുള്ളിലെ സ്ക്രൂവിൻ്റെയൊക്കെ ഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലൊന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയിട്ടും കിട്ടും കേട്ടോ. ഇനി ഞാൻ ഈ ഒരു മിക്സി ജാർ നിങ്ങൾക്ക് കഴുകി ഒന്ന് കാണിച്ചു തരാം എത്രത്തോളം ക്ലീൻ ആയി എന്നുള്ളത്. സോപ്പൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുത്തപ്പം തന്നെ കണ്ടില്ലേ, ആദ്യം കാണിച്ച സമയത്ത് ആ ഒരു സ്ക്രൂവിൻ്റെ ഭാഗത്തൊക്കെ നല്ലപോലെ അഴുക്കുണ്ടായിരുന്നു. ഇപ്പം നോക്കിയാൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ എന്തരച്ചെടുത്താലും പെട്ടെന്ന് അരഞ്ഞ് കിട്ടും കേട്ടോ. കാരണം അതിൻ്റെ ബ്ലേഡിനും നല്ല മൂർച്ച ആയിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിരുന്ന ഈ ഒരു പൊടി ഉപയോഗിച്ച് ചെയ്യുന്ന ടിപ്പുകളാണ് കാണിക്കാനായിട്ട് പോകുന്നത്. മുട്ടത്തോടിൻ്റെ ഈ ഒരു പൊടിക്ക് ബ്ലീച്ചിങ് പൗഡറിനേക്കാളും എഫക്റ്റാണ് കേട്ടോ. നല്ല പോലെ നമുക്ക് പലതും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആദ്യം നമ്മൾ അതിനായിട്ടൊരു പേസ്റ്റാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അടുപ്പിച്ച് മുട്ടത്തോട് പൊടിച്ചതാണ് കേട്ടോ ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ നമ്മൾ മുട്ടത്തോടെടുക്കുന്ന അതേ അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിപ്പം 1 ടേബിൾ സ്പൂൺ അടുപ്പിച്ച് മുട്ടത്തോടിൻ്റെ പൊടി എടുത്തതുകൊണ്ട് അതേ അളവിൽ ബേക്കിംഗ് സോഡയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വിനാഗിരി കൂടി വേണം. വിനാഗിരി കുറേശ്ശായിട്ട് ഒഴിച്ച് ഇതൊരു പേസ്റ്റ് പരുവത്തിലാകുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ഇതിലേക്ക് ഒഴിക്കരുത് കേട്ടോ. വിനാഗിരിയിലാണ് നമ്മൾ പേസ്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വിനാഗിരിയുടെ അളവ് ഞാൻ പറയുന്നില്ല. പേസ്റ്റ് ആകുന്നതിന് എത്രത്തോളം നമുക്ക് വേണോ അതനുസരിച്ച് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ അടുപ്പിച്ച് വേണ്ടി വരും. നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മളിനി ഉപയോഗിക്കാനായിട്ട് പോകുന്നത് അടിക്കടിക്ക് നമ്മുടെ കിച്ചൺ സിങ്ക് ബ്ലോക്ക് ആവുന്നുണ്ടെങ്കിൽ ആ ബ്ലോക്ക് മാറ്റാനായിട്ടാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ തയ്യാറാക്കിയ ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നല്ല തിളച്ച വെള്ളം ഈ ഒരു സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എത്ര വലിയ ബ്ലോക്കാണെങ്കിലും നിമിഷ നേരം കൊണ്ട് മാറിക്കിട്ടും കേട്ടോ. ഇനി നിങ്ങളുടെ സിങ്കിന് ബ്ലോക്ക് ഇല്ല എന്നുണ്ടെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ ആ കിച്ചൺ സിങ്കിൽ നിന്ന് വരുന്ന ബാഡ് സ്മെല്ല് അല്ലെങ്കിൽ ബ്ലോക്കൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇതുപോലെ ഒരു പൊടി നമുക്ക് കടയിൽ വാങ്ങാനായിട്ട് കിട്ടും. അതിലും എഫക്റ്റീവാണ് കേട്ടോ ഈ ഒരു മിക്സ്. മുട്ടത്തോട് കൊണ്ടുള്ള അടുത്ത ടിപ്പ് നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്. ഇതുപോലെ നമ്മുടെ കിച്ചൺ ഗാർഡനിലൊക്കെ മുട്ടത്തോട് ഉപയോഗിക്കാറുണ്ടല്ലേ. പക്ഷേ നിങ്ങൾ ഇതുപോലെ മിക്സിയിലിട്ടിട്ട് പൊടിച്ചൊന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടികൾക്ക് പെട്ടെന്ന് പൂവൊക്കെ വരും കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ കറിവേപ്പിൻ്റെയൊക്കെ മൂട്ടിലിട്ട് കൊടുക്കുകയാണെങ്കിൽ തഴച്ച് വളരാനായിട്ട് സഹായിക്കും. നമ്മളിങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ചെടികൾക്ക് അത് അബ്സോർവ് ചെയ്യാനായിട്ട് കഴിയും. ആ ഒരു ചെടിയുടെ മൂട് ഇതുപോലെ മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് അതിൻ്റെ ചുറ്റും ഒന്ന് ഇട്ട് കൊടുത്ത് വീണ്ടും മണ്ണിട്ട് കൊടുത്തിട്ട് രാവിലെയും വൈകിട്ട് നല്ലതുപോലെ ഒന്ന് തണുക്കെ വെള്ളമൊഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഏതൊരു വളത്തേക്കായും നല്ല എഫക്റ്റീവാണ് കേട്ടോ ഇതുപോലെ നമ്മൾ മുട്ടത്തോട് പൊടിച്ചെടുത്ത പൊടി.
അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് നമ്മളൊരു ബൗളിലേക്ക് മുട്ടത്തോട് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം 2 ടേബിൾ സ്പൂണോളം അടുപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡയും നമ്മൾ 1 ടേബിൾ സ്പൂൺ അടുപ്പിച്ച് എടുക്കുന്നുണ്ട്. ഡേറ്റൊക്കെ കഴിഞ്ഞ് ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ബേക്കിംഗ് സോഡയൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ടിപ്പ് ചെയ്യാനായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പേസ്റ്റാണ്. നമ്മളെപ്പോഴും കിച്ചൺ ടിപ്പുകളൊക്കെ ചെയ്യാനായിട്ട് വൈറ്റ് പേസ്റ്റ് തന്നെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ലത്. അതും ഏകദേശം നമ്മൾ 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം. അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് വിനാഗിരിയാണ് കേട്ടോ. വിനാഗിരി ഇതിലേക്ക് നമ്മൾ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തിട്ടാണ് പേസ്റ്റാക്കി എടുക്കുന്നത്. വെള്ളം നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന ഈ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അടിപൊളി ഒരു ക്ലീനിങ് ഏജൻറ്റാണ്. നല്ല പവർഫുള്ളാണ് കേട്ടോ. നിങ്ങൾ തന്നെ ഷോക്കാവുന്ന റിസൾട്ടായിരിക്കും ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾ ക്ലീൻ ചെയ്യുമ്പം കിട്ടുന്നത്. നമ്മുടെ മഞ്ഞ കറ പിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ കുഴൽ കിണറിലെ വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് കളറ് മാറിയിട്ടുള്ള ക്ലോസറ്റുകൾ, നമ്മുടെ വാൾ ടൈലുകൾ, ബാത്റൂം ടൈലുകൾ, അതുപോലെ തന്നെ നമ്മുടെ സിറാമിക്കിൻ്റെ പാത്രങ്ങൾ, ഗ്ലാസ് പാത്രങ്ങൾ ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു പേസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ ഓരോന്നായിട്ട് ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ ഉപയോഗിക്കാതെ ഷോക്കേസിൽ വെച്ചിരിക്കുന്ന ഗ്ലാസിൻ്റെയൊക്കെ പാത്രങ്ങളുണ്ടെങ്കിൽ പൊടിയൊക്കെ പിടിച്ച് കറയൊക്കെ ആയിട്ടിരിക്കുന്ന പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു പേസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതിനായിട്ട് ഒരു ബേസിനിലേക്ക് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ ഒരു വെള്ളത്തിൽ നമ്മുടെ ഗ്ലാസ് പാത്രങ്ങൾ ഒരു 5 മിനിറ്റ് നേരം മുക്കി വെച്ചിട്ട് നിങ്ങളൊന്ന് കഴുകിയെടുത്ത് നോക്കൂ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ഗ്ലാസ് പാത്രത്തിൻ്റെ തിളക്കത്തോടു കൂടി തന്നെ നമുക്ക് കിട്ടും. ഞാനിത് സോപ്പൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ, സ്ക്രബ്ബർ വെച്ച് തേച്ച് കഴുകുന്നൊന്നുമില്ല. ഈ ഒരു വെള്ളത്തിലേക്ക് ഒരു 5 മിനിറ്റ് മുക്കി വെക്കുന്നുണ്ട്. അതിനുശേഷം എടുത്ത് കൈ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ അഴുക്കുകളൊക്കെ ഒന്ന് കഴുകി കളയുന്നത്. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ട് ഇതുപോലെ കൈ ഉപയോഗിച്ചിട്ടാണ് ഒന്ന് കഴുകുന്നത്. പിന്നെ ആ ഒരു ഡിസൈനൊക്കെ വരുന്ന ഭാഗത്ത് അഴുക്ക് പോകാനായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ പേസ്റ്റ് ഉണ്ടല്ലോ, അത് കുറച്ച് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് കൈകൊണ്ട് തന്നെയാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുക്കുന്നത്. നമ്മളിതിനകത്ത് മുട്ടത്തോടും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തത് കൊണ്ട് ചിലർക്ക് ചിലപ്പം കൈക്ക് അലർജിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഒരു തുള്ളി സോപ്പോ അല്ലെങ്കിൽ സ്ക്രബ്ബറോ ഒന്നും യൂസ് ചെയ്യാതാണ് കണ്ണാടി പോലെ നമ്മുടെ ഗ്ലാസ് പാത്രങ്ങളെ നമ്മൾ വൃത്തിയാക്കി എടുത്തിരിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് സെറാമിക്കിൻ്റെ പാത്രങ്ങളും സ്റ്റീലിൻ്റെ പാത്രങ്ങളും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുകൂടി ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ആ വെള്ളത്തിലേക്ക് തന്നെയാണ് കേട്ടോ സെറാമിക്കിൻ്റെ കപ്പുകൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് ചായയും കാപ്പിയൊക്കെ കുടിക്കുന്ന കപ്പുകളാണെങ്കിൽ അതിലൊരു കറയുണ്ടാവുമല്ലോ, അതൊക്കെ മാറാനായിട്ട് ഈ ഒരു വെള്ളത്തിൽ മുക്കി വെച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ പാത്രങ്ങളും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല കേട്ടോ, വളരെ കുറച്ച് മാത്രം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമേ കാണിക്കുന്നുള്ളൂ. ഒരു 5 മിനിറ്റ് ഈ ഒരു വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് ഇതുപോലെ എടുത്ത് കൈകൊണ്ട് നമുക്കൊന്ന് കഴുകിയെടുത്താൽ മതി. നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ കാണിച്ച ഈ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് നൽകാനായിട്ട് മറക്കരുതേ. ഇതേ നോക്കിയേ, അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് കാണാം. നമ്മൾ ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ അടിവശം അല്ലെങ്കിൽ നമ്മുടെ കുക്കറിൻ്റെയൊക്കെ അടിവശത്ത് ഇതുപോലെയുള്ള അഴുക്കുകൾ ഉണ്ടാവാറുണ്ടല്ലേ, അത് മാറാനായിട്ടും നമുക്ക് ഈ ഒരു പേസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ തയ്യാറാക്കിയെടുത്ത പേസ്റ്റ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്ത് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ലപോലെ നിങ്ങളൊന്ന് ഉരച്ച് കഴുകി നോക്കൂ. കണ്ണാടി പോലെ നിങ്ങൾക്ക് ക്ലീൻ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പം എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യുന്ന സമയത്ത് അടിക്ക് പിടിച്ച് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അത് മാറാനായിട്ട് ഈ ഒരു പേസ്റ്റ് മതി കേട്ടോ. ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നല്ലപോലെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടൊന്ന് ഉരച്ച് തേച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ലപോലെ ക്ലീൻ ആയിട്ട് കിട്ടും. ഇതേ കണ്ടില്ലേ, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ ആ ബാക്ക് സൈഡ് ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. നല്ല പോലെ കണ്ണാടി പോലെ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ കുറച്ച് മുട്ടത്തോട് ഉണക്കി പൊടിച്ച് വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ള സമയത്ത് നമുക്ക് ബേക്കിംഗ് സോഡയും പേസ്റ്റും ഒക്കെ ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ആ ഒരു പാത്രത്തിൻ്റെ ബാക്ക് സൈഡ് ഞാൻ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഉരച്ച് കഴുകിയതിന് ശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല പോലെ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടില്ലേ.
ഇനി നമുക്ക് ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ച് വാഷ് ബേസിനും അതുപോലെ തന്നെ മഞ്ഞക്കറ പിടിച്ചിട്ടുള്ള ക്ലോസറ്റുകൾ, ടൈലുകളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. കുറച്ച് പേസ്റ്റ് ഇതുപോലെ ഒന്ന് വാഷ് ബേസിലേക്ക് ഒഴിച്ചു കൊടുത്ത് 5 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും വെള്ള കളറിലുള്ള വാഷ് ബേസിനൊക്കെ ആണെങ്കിൽ നല്ല പോലെ തിളക്കത്തോടെ കിട്ടും കേട്ടോ. പൊതുവേ നമ്മൾ കുഴൽക്കിണറിലൊക്കെ വെള്ളം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ക്ലോസറ്റും വാഷ് ബേസിനും ഒക്കെ ഒരു മങ്ങിയ കളറായിരിക്കും, പ്രത്യേകിച്ചൊരു മഞ്ഞ കറ പിടിച്ചിട്ടുള്ള കളറൊക്കെ ആയിരിക്കും. അതൊക്കെ മാറാനായിട്ട് ഈ ഒരു പേസ്റ്റ് കൊണ്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. ബാത്റൂമിൻ്റെ വാൾ ടൈലുകൾ, ഫ്ലോർ ടൈലുകൾ, അതുപോലെ തന്നെ ക്ലോസറ്റൊക്കെ ക്ലീൻ ആക്കാനും ഈ ഒരു പേസ്റ്റ് മതി കേട്ടോ. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല, കാരണം എല്ലാം കൂടി ആകുമ്പോഴത്തേനും വീഡിയോ ഒരുപാട് ലെന്തി ആവും. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേസ്റ്റ് ഒരു പ്രാവശ്യം തയ്യാറാക്കിയെടുത്തിട്ട് ഞാൻ ഈ കാണിക്കുന്നത് എല്ലാം തന്നെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല കണ്ണാടി പോലെ നല്ല വൈറ്റ് കളറിൽ തന്നെ നമ്മുടെ വാഷ് ബേസിനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ വെള്ള കളറിലുള്ള തുണികൾ, പ്രത്യേകിച്ചും കരിമൺ കുത്തിയിട്ടുള്ള തുണികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കരിമൺ മാറാനായിട്ട് നമുക്ക് ഈ ഒരു മുട്ടത്തോടിൻ്റെ പൊടി ഉപയോഗിക്കാവുന്നതാണ്. ബ്ലീച്ചിങ് പൗഡറോ സോപ്പ് പൊടിയോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ കേട്ടോ ഈ ഒരു വെള്ള കളറിലുള്ള തോർത്ത് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ടൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നല്ലപോലെ ഒരു ടേബിൾ സ്പൂൺ അടുപ്പിച്ച് മുട്ടത്തോടിൻ്റെ പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഷാമ്പു ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും എടുക്കാൻ കേട്ടോ. നമ്മുടെ തോർത്തിന് നല്ലൊരു മണം കിട്ടാനും കുറച്ച് പതയൊക്കെ വരാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ ഷാമ്പു ഉപയോഗിക്കുന്നത്. അതും ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തുണി കഴുകുന്ന കാരമുണ്ടല്ലോ, അലക്ക് കാരം, അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ നിറം മങ്ങിയിട്ടുള്ള തോർത്തുമുണ്ടോ അല്ലെങ്കിൽ കരിമൺ കുത്തിയിട്ടുള്ള തോർത്തുമുണ്ടൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇട്ട് കൊടുത്ത് ഏകദേശം ഒരു 5 മിനിറ്റ് എങ്കിലും ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം കേട്ടോ. ഈ ഒരു വെള്ളത്തിൽ കിടന്ന് നല്ലപോലെ ചൂടായി പുഴുങ്ങിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഒരുപാട് പഴക്കമുള്ള കരിമനാണെന്നുണ്ടെങ്കിൽ ഒരു രാത്രി ഈ ഒരു വെള്ളത്തിലിട്ടതിന് ശേഷം അടുത്ത ദിവസം നിങ്ങൾ കഴുകിയെടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാനെടുത്ത തോർത്തുമുണ്ടിൽ അങ്ങിങ്ങായിട്ട് മാത്രമേ കരിമണ്ണുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വെള്ളം തണുത്തതിന് ശേഷം നല്ലതുപോലെ കഴുകിയെടുക്കുന്നുണ്ട്. മുട്ടത്തോട് കൊണ്ടുള്ള ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.